ഹായ് എവരിവൺ, ഇറ്റ്സ് മീ മുഹമ്മദ് ഷാസിം. ഇന്നത്തെ നമ്മുടെ പാരൻറ്റിങ്ങിൻ്റെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ മക്കൾ ഏറ്റവും നല്ല മക്കളായി മാറണമെന്നുണ്ടെങ്കിൽ നിർബന്ധമുള്ളൊരു കാര്യമാണ് ഹസ്ബൻഡ് വൈഫ് തമ്മിൽ നല്ലൊരു കോമ്പിനേഷൻ ഉണ്ടാവണം. ഒരുപാട് ആൾക്കാരിൽ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ കൂടെ എന്നാലും കുറഞ്ഞ വിഭാഗത്തിൽ ഇന്നും ഹസ്ബൻഡ് വൈഫ് തമ്മിൽ കോമ്പിനേഷൻ ഇല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് നമ്മൾ നിർബന്ധമായും ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ഫാമിലിയായിട്ട് ജീവിക്കുമ്പോൾ ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം ആളുടെ എല്ലാ കാര്യങ്ങൾക്കും എന്തിനും ആൾക്ക് ഏറ്റവും കൂടെ സപ്പോർട്ട് കിട്ടുന്ന ഒരു മേഖലയാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ്. എന്തും പറയാൻ പറ്റുന്ന, എന്തും ആൾക്ക് അവൈലബിൾ ആവുന്ന ഒരാളാണ് വൈഫ് എന്ന് പറയുന്നത്, ഭാര്യ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്ത്രീയെക്കുറിച്ച് ഹസ്ബൻഡ് പഠിച്ചിരിക്കണം. എന്താണ് സ്ത്രീ, സ്ത്രീയുടെ ക്വാളിറ്റി എന്താണ്, സ്ത്രീയുടെ മെറിറ്റ് എന്താണ്, ഡീമെറിറ്റ് എന്താണ്, എങ്ങനെയാണ് സ്ത്രീയോട് പെരുമാറേണ്ടത്. ഈ ഒരു വിഷയം കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ആ പറയുന്ന സ്ത്രീ എന്ന് പറയുന്ന വ്യക്തി എന്താണ്, ആൾ എങ്ങനെയാണ് ഞാൻ ആളെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഹസ്ബൻഡ് എന്താണ്, ഹസ്ബൻഡിനെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, ഹസ്ബൻഡിനോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഒരു ആണിൻ്റെ ക്യാരക്ടർ എന്തായിരിക്കും, മീൻസ് ഒരു പുരുഷൻ എന്ന് പറയുമ്പോൾ ആളുടെ ക്യാരക്ടറിൽ വരുന്ന മാറ്റങ്ങൾ, ഇത് ഒരു പെണ്ണ് പഠിച്ചു കഴിഞ്ഞാൽ, സ്ത്രീ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഭാഗം എന്തെങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ ചെറിയ മക്കളെക്കുറിച്ച് ചെറിയ മക്കൾ നമ്മളോട് പല കാര്യങ്ങളും ചെയ്യും അല്ലേ? ചെറിയ മക്കൾ നമ്മളോട് ദേഷ്യം പിടിക്കും. നമ്മൾ ദേഷ്യം പിടിക്കും, ചെറിയ മക്കൾ നമ്മൾ അടിക്കാറുണ്ടോ, ചീത്ത പറയാറുണ്ടോ? അല്ല, ആ ദേഷ്യം നമ്മൾ എന്ത് ചെയ്യും, തമാശയായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആസ്വദിക്കാറാണുള്ളത് അല്ലേ? ഇവർ നമ്മൾ 3-4 വയസ്സുള്ള മക്കൾ നമ്മൾ ചീത്ത പറയും, ചിലപ്പോൾ നമ്മൾ അടിക്കും, നമ്മളതിനെ ആസ്വദിച്ച് ചിരിക്കും. അപ്പോൾ എന്നതുപോലെ ഭാര്യ ഹസ്ബൻഡിനെ കുറിച്ചും ഭർത്താവ് ഭാര്യയെക്കുറിച്ചും പഠിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുണ്ട്, ഹസ്ബൻഡുമായിട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, എന്തെങ്കിലും ഒരു ചെറിയൊരു പിണക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഭാര്യമാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടാക്കി, ഫോർ എക്സാമ്പിൾ ഞാനും ഇപ്പോൾ എൻ്റെ വൈഫും എക്സാമ്പിൾ പറയാം. ഞാൻ ചെറിയൊരു എന്തെങ്കിലും ഒരു പിണക്കം എന്നിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൾ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു സ്ത്രീയുടെ ക്യാരക്ടർ വെച്ച് എങ്ങനെയാണെന്ന് പറയാം, ആ പ്രശ്നം പറയും, അതിന് മുന്നേ നടന്ന പ്രശ്നം പറയും, ഒരുപാട് മുന്നേ നടന്ന പ്രശ്നം പറയും. ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അവൾക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതെല്ലാം അവൾ പറയും. മനസ്സിലായോ? അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാം മേടിച്ചാൽ മുന്നേ ഉണ്ടായ മുഴുവൻ പ്രശ്നങ്ങൾ എടുത്തിട്ട് പറയും. ഇത് സ്ത്രീയുടെ ഒരു ക്യാരക്ടറാണ്. സ്ത്രീയെ സംബന്ധിച്ച് മൾട്ടി ടാസ്ക് ഉണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിനെ കണക്ട് ചെയ്ത് നന്നായിട്ട് പറയാനറിയാം. മനസ്സിലായോ? അപ്പം ഒരു ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം ആ മൾട്ടി ടാസ്ക് അല്ല. അപ്പോൾ ഹസ്ബൻഡ് സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കാൻ, ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു കാര്യം, ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വൈഫ് എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, മോളെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ, അല്ലെങ്കിൽ മോള് പഠിച്ചുകൊണ്ടിരിക്കുക, മോളെ പഠനം കൂടെ ശ്രദ്ധിച്ചേക്കണേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എൻ്റെ കാര്യം ചെയ്തിരിക്കുന്നത് മോളെ പഠനം ശ്രദ്ധിക്കും. എനിക്ക് ഒരിക്കലും ഇമ്പോസിബിളായ കാര്യമാണത്, ഒരിക്കലും പറ്റില്ല. എന്തിനും ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ കട്ടൻ ചായ കുടിക്കുന്നത് പോലും ആണിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിലേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, രണ്ടാമത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു ആണിൻ്റെ പ്രകൃതമാണ്. മനസ്സിലായത്? അപ്പോൾ ഞാൻ മനസ്സിലാക്കുമ്പോൾ ഞാൻ ഹസ്ബൻഡ് എന്ന നിലയിൽ ഇപ്പം വൈഫ് എന്ത് ചെയ്തു, ഞാൻ ചെറിയ പ്രശ്നം എന്നിൽ നിന്ന് വന്നു. അപ്പോൾ ആളിങ്ങനെ പല കാര്യങ്ങളെടുത്ത് പറയുമ്പം പല ഭർത്താക്കന്മാരും അവിടെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ അങ്ങ് ദേഷ്യപ്പെടും. നീ ഇന്ന് പറഞ്ഞ ഇപ്പോൾ ഈ വിഷയത്തിന് നീ പഴയ കാര്യം കൊണ്ടുവന്നത് അതാണ് ഇതാണ് ഒരുപാട് അങ്ങ് ചൂടാവും. അപ്പോൾ ആ സമയത്ത് ഈ സ്ത്രീയെക്കുറിച്ച് പഠിച്ചിരിക്കുന്ന ഒരു ഭർത്താവാണ് എന്താ ചെയ്യുക, അതവളുടെ ക്യാരക്ടറാണ്. അവൾ ഒരുപാട് പറയും, അവൾ ഇനിയും പറയും, ഇനി അടുത്ത വട്ടം പ്രശ്നം ഉണ്ടാകുമ്പോൾ അവൾ എന്ത് ചെയ്യും പറയും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ആ ക്യാരക്ടർ മനസ്സിലാക്കിയ ഹസ്ബൻഡാണ് എന്ത് ചെയ്യും, ആ വിഷയം മിണ്ടില്ല, അവളിങ്ങനെ പറയും, ഇങ്ങനെ കേൾക്കും, അതിന് മറുപടി കൊടുക്കില്ല. ഇങ്ങനെ ഏറ്റവും ഒരു രസകരമായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഭർത്താക്കന്മാരോടാണ് ഞാൻ പറയുന്നത്. ഭാര്യമാർ ഒരുപാട് സംസാരിക്കുമ്പോൾ, ഇപ്പോൾ ഞാനൊരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ എൻ്റെ ഭാര്യ പല കാര്യങ്ങളെടുത്ത് ഇങ്ങനെ പറയുമ്പോൾ ഒരിക്കലും അവൾക്ക് അതിന് ഞാൻ മറുപടി കൊടുക്കണം എന്നുള്ള ഒരിക്കലും പറയുന്നില്ല, മറുപടി അവൾ പ്രതീക്ഷിക്കുന്നില്ല. അവൾക്ക് വേണ്ടെന്നറിയോ, അവൾ പറയാനുള്ള മൊത്തം കാര്യം കേൾക്കാൻ ഒരാൾ വേണം. ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒന്നും തിരിച്ചു പറയാതെ ആ പറയുന്ന കാര്യം മൊത്തം ഇങ്ങനെ കേൾക്കുക, നല്ലപോലെ സൈലൻ്റായി കേൾക്കുക. എല്ലാം കേട്ട് കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ട് അവർ ആ തലേന്ന സാന്നിധ്യം ഇറങ്ങിപ്പോവുകയും ഓട്ടോമാറ്റിക്കലി അവർ കോളാവുകയും അവർ നമ്മളിലേക്ക് വരികയും ചെയ്യും. ഇപ്പോൾ എവിടെ പ്രശ്നം വരുന്നത്, അവർ നമ്മൾ റിയാക്ട് ചെയ്യും, നമ്മൾ ഭയങ്കരമായി റിയാക്ട് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് വലിയ പ്രശ്നത്തിലേക്ക് എന്ത് ചെയ്യും, അത് പോകുന്നുള്ളതാണ്. ഇതേപോലെ തിരിച്ച് സ്ത്രീ എന്ന് പറയുന്ന ആൾ ഹസ്ബൻഡിൻ്റെ കാര്യത്തിൽ, അപ്പോൾ ഹസ്ബൻഡിനെ സംബന്ധിച്ച് ഹസ്ബൻഡ് ഒരു കാര്യം വരുമ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ഇതാവും, ഒരേ സമയം രണ്ടെണ്ണം കോർഡിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ ഹസ്ബൻഡിനോട് ഒരു കാര്യം പറഞ്ഞു, അതേസമയം ഒരു കാര്യം കൂടെ ഹസ്ബൻഡിനെ കൂടെ ഏൽപ്പിച്ചു. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്തിനെ ചൂടാവുക, നിങ്ങളിതൊരു കാര്യം നിങ്ങളത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, അങ്ങോട്ട് ചെയ്ത് ഇങ്ങോട്ട് ചെയ്ത് പറയും. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഹസ്ബൻഡ് ഒരു ജോലി ചെയ്യുമ്പോൾ ചിലപ്പോൾ കുട്ടീനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ഭാര്യ ചൂടാതെ എന്തിനാണ്, ഹസ്ബൻഡിനോട് ഒരു കാര്യം ഏൽപ്പിച്ചു, പുള്ളിക്കാരൻ അത് ചെയ്തില്ല, ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഭാര്യ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, പുള്ളിക്കാരൻ അത് ചെയ്യാനുള്ള കഴിവില്ല. ഒരേ സമയം ഒന്നേ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ, രണ്ടെണ്ണം ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. രണ്ട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാനുള്ള കഴിവ് ആണിനെ സംബന്ധിച്ചുള്ള ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത് പരസ്പരം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്.
അപ്പോൾ പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ സിമ്പിളായിട്ട് എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ബസ്സിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ ബസ്സിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അതിലൊരാൾ ഭയങ്കരമായിട്ട് പിന്നെ ശബ്ദം ഉണ്ടാക്കുന്നു, പല പല കാര്യങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്. ബസ്സിലെ യാത്രക്കാർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഇയാളുടെ ശബ്ദം കണ്ടിട്ട് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ നമ്മൾ ഭയങ്കര ദേഷ്യം പിടിച്ച് നിൽക്കുക. അപ്പം ആ ബസ്സിൽ ആ ശബ്ദം ഉണ്ടാക്കുന്ന ആൾ തൊട്ടടുത്തിരിക്കുന്ന ആൾ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, സോറി, എൻ്റെ മോന് മെൻ്റലി പ്രശ്നമുള്ള ഒരാളാണ്. അപ്പോൾ അവനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിയാണ്. ഇപ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസം മുന്നേ സംഭവിച്ചതാണ്. അതുകൊണ്ട് അവൻ ഉണ്ടാക്കുന്ന ശബ്ദത്തിന് മാപ്പ് പറയുന്നു, നിങ്ങൾ ആരും ഒന്നും പറഞ്ഞേക്കരുതേ. അപ്പം ആ സമയം നിങ്ങൾ ആലോചിച്ച് നോക്കി, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? ഇല്ല. എന്തുകൊണ്ടാണ്? ആ അസുഖം ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? പിന്നെ സിമ്പതിയോട് കൂടിയിട്ട് ആ കുട്ടീനെ നോക്കാം. മനസ്സിലായില്ലേ? എന്നതുപോലെ ഭാര്യ എന്താണെന്ന് ഭർത്താവ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഭർത്താവ് എന്താണെന്ന് ഭാര്യ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എവിടെ പ്രശ്നം വരില്ല. നമുക്ക് വളരെ കൂളായിട്ട്, കാമായിട്ട്, ക്വയറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ നല്ല ലൈഫിന് ഏറ്റവും വേണ്ടത് ഭാര്യ എന്താണെന്ന് പഠിക്കാൻ ഇന്ന് മുതൽ തയ്യാറാവുക. ഭർത്താവ് എന്താണെന്ന് പഠിക്കാൻ ഇന്ന് മുതൽ. അത് ആരാ പഠിക്കേണ്ടത്? ഇനി ഇവിടെ ഒരു കോമഡിയും കൂടെ ഉണ്ട്. നമ്മൾ നോർമലി ചെയ്യുക, ഭാര്യയ്ക്ക് കൊണ്ടുപോയിട്ട് എന്ത് കൊടുക്കുന്നറിയോ? ഏറ്റവും നല്ല ഭാര്യ അവളെ ബുക്ക് കൊണ്ടുപോയി കൊടുക്കും. ആര്? ഭർത്താവ്. ഇനി നല്ല ഭാര്യയാകാൻ പഠിക്കുന്നത്. ഭാര്യ ഭർത്താവിന് കൊണ്ടുപോയിട്ട് നല്ല ബുക്ക് കൊണ്ടു കൊടുക്കും. എന്ത്? നിങ്ങൾ നല്ല ഭർത്താവാവുന്നല്ലേ. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഉപദേശം അത് ഭാര്യ അങ്ങോട്ടാണെങ്കിലും ഭർത്താവ് ഇങ്ങോട്ടാണെങ്കിലും കേൾക്കാൻ ഒരിക്കലും തയ്യാറല്ല. ഭാര്യ ഭർത്താവ് ഒരിക്കലും മാത്രമല്ല, മക്കൾ പോലും തയ്യാറല്ല. ഉപദേശം ആർക്കും തയ്യാറല്ല. അപ്പോൾ ആരും ഉപദേശിക്കാൻ നിൽക്കരുത്. ഞാൻ പഠിക്കുക ആണായതുകൊണ്ട് എന്ത്, എൻ്റെ ഭാര്യ എന്താണെന്നുള്ളത്, ഭാര്യ പഠിക്കണം ഭർത്താവ് എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചു കഴിഞ്ഞാൽ വളരെ അണ്ടർസ്റ്റാൻഡിങ്ങുള്ള മനോഹരമായ ലൈഫ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. മറക്കരുത്, നമ്മുടെ മക്കൾ നല്ല മക്കളായി മാറാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള മനോഹരമായുള്ള ഒരു റിലേഷൻഷിപ്പ്. സോ താങ്ക് യു സോ മച്ച്.